സ്നേഹവന്ദനം പ്രകാരമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഒരുമിച്ച് ആരാധനയിലേക്കാണ്. അതോടൊപ്പം തന്നെ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 3-ാം ദിവസം ബൈബിൾ സ്റ്റഡി നമ്മളോടനുബന്ധിച്ച് നടക്കുന്നു. ക്രമീകരണം ചെയ്തതിനോടുള്ള നന്ദി ഈ തരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ കാരണമായിട്ട് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഉള്ള സമയ ക്രമീകരണങ്ങളെ കുറിച്ച് ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ KTMCയുടെ വൈസ് പ്രസിഡന്റ് ജിനോ അനീക്കൽ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഈ സന്ധ്യാസമയത്ത് വലിയ സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരുടെ സ്ഥാനങ്ങളിലെല്ലാം പോലെ ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചു. രോഗികൾ സന്തോഷവും സമാധാനമായിട്ട് ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെന്ന ആ വലിയ അവകാശത്തിനുള്ള സാഹചര്യത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങൾ കടന്നു വന്നതിൽ കൂടുതൽ അനുഗ്രഹം പ്രാവശ്യം മടങ്ങി പോകാനും ദാസനും ഞങ്ങളോടൊപ്പം സഹായിച്ചവർക്കായി സ്തോത്രം നാട്ടിലായിരുന്നു. കർത്താവിലേക്കും കുറച്ച് ദിവസങ്ങളിലേക്ക് പ്രത്യേകതയിലേക്ക് കടന്നു വരുവാനും മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് സംസാരിക്കുവാനും കർത്താവെ കേൾക്കുവാനും തന്ന അവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കുടുംബം അനുഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നു. അവിടെ കൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിനാക്കി തീർക്കണമേ. കുറവുകളെല്ലാം കടന്നു വരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരും തത്സമയത്ത് എത്തിച്ചേരുവാനും കുറവുകളെയോടും തോർക്കണമേ. സമസ്ത കാര്യങ്ങളും അങ്ങയുടെ സമർപ്പിക്കുന്നതിനുള്ള സ്വീകരിക്കുമാറാണമേ. ഒരുമിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയക്രമീകരണങ്ങളെ കുറിച്ച് പറയുന്നു. നമുക്ക് ആദ്യത്തെ സെഷൻ BAK കൊയർ മുൻപോട്ട് കടന്നു വന്ന് പാട്ടുകൾ പാടി നമ്മെ സഹായിക്കും. അതിനുശേഷം ഒരു സഹോദരൻ റെസ്പോൺസീവ് ബൈബിൾ റെസ്പോൺസിബിലിറ്റിക്കായി സഹായിക്കും. അതിനുശേഷമുള്ള ചില മിനിറ്റുകൾ നമുക്കറിയാവുന്നതുപോലെ പ്രിയ സത്യാച്ചനോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളോട് ഒപ്പം ഉള്ള പ്രിയ അച്ഛനെയും വേദനയോടുള്ള ബന്ധത്തിലാണ് നാം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവദൂത് പറയുവാനായിട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ജെയിംസൺ തോമസ് സ്വാഗതമാണ്. പ്രിയ സഹോദരൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങളുടെ അസംബ്ലികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ഈ ദാസനെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ പ്രിയ സഹോദരനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ KTMCC ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട്. അവരെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KTMCCയുടെ ആദരണീയ പ്രസിഡന്റ് വിനോദ് കുര്യൻ, അതുപോലെ തന്നെ സെക്രട്ടറി പുല്ലപ്പള്ളി, ജീസ് നമ്മളോടൊപ്പമുണ്ട്. സീനിയർ മെമ്പേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങളുണ്ട്. NSCKയുടെ സെക്രട്ടറി റോയിയാണ് നമ്മോടൊപ്പമുണ്ട്. ആ നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആക്കിയവ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ BAK ക്ഷണിക്കുകയാണ്. മുമ്പോട്ട് കടന്നു വന്ന് ഒരു പാട്ട് ഇപ്പോൾ അവർ ലീഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആത്മീയ ഗീതങ്ങളിൽ 739-ാമത്തെ പാട്ടാണ്. ഇവിടെ ഇരിക്കുന്ന പുസ്തകത്തിൽ അത് ഏത് പാട്ടാണെന്ന് അറിയത്തില്ല. ഡിസ്പ്ലേ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. അനുഗ്രഹത്തിൻ അധിപതിയെ എന്നുള്ള പാട്ടാണ് ഇപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നത്. ദൈവം എത്രയോ വലിയ കൃപയാണ് നമുക്ക്
നൽകി തന്നിരിക്കുന്നത് ആ ഈടികൾ പാടി തീർക്കുവാൻ വേണം നമുക്കിടയാകട്ടെ. ചെറിയ സാറിന്റെ അനുഗ്രഹീതമായ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തിന് അധിപതിയെ അനന്തകൃപാക്ക് നദിയെ എന്നുള്ളതായി പാടും. അനുഗ്രഹത്തിൻ
പരിശോധിക്കുകയാണ്. ഈ ആഴ്ചയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനകളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുമ്പിലുള്ള സമയം ഇനിയും BAK കൊയർ മുമ്പോട്ട് കടന്നു വന്ന് നമ്മുടെ പാർട്ടി ലീഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ആത്മീയ ഗീതങ്ങളിലെ 556 പാട്ട് ഒരുമിച്ച് പാടുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോ നിലയിൽ പോകുന്നു ഞാൻ എന്ന പാട്ട് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടാം. അതിനുശേഷം മറ്റൊരു പാട്ട് പാടി സ്തോത്രകാഴ്ച എടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രകാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രിയ സഹോദരൻ മുൻപോട്ട് കടന്നു പ്രാർത്ഥിക്കും. ആ നിലയിലാണ് പ്രകടനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് 556 പാട്ട് സ്ക്രീനിൽ തന്നിട്ടുണ്ട്. വിശ്വാസം ജീവിത പടകിൽ ഞാൻ സിയോ നിലയിൽ പോകുന്നു. Thank
നമുക്കെല്ലാവർക്കും ചേർന്ന് കൈകളെ അടിച്ചുകൊണ്ട് ശ്രീയേശുനാമം അതിശയനാമം ഏകീകരിക്കുന്ന നാമം എന്ന പാട്ട് ചേർന്ന് പാടാം.
ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ മൂന്നാമത്തെ ദിവസത്തെ ബൈബിൾ സ്റ്റഡി ആയിട്ടാണ് ഒരുമിച്ച് ഇടയായിരിക്കുന്നത്. അതൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. സാവകാശം ലഭിച്ചതോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ രാത്രിയിലും ആക്കില്ലാത്ത വചനം നമുക്ക് ശ്രമിക്കുവാനായിട്ട് ഇടയായി. ദേവദാസൻ തോമസ് സഹോദരന് മുൻപോട്ട് കടന്നു വന്ന് ഈ നിലയിലുള്ള ശുശ്രൂഷ നടത്തുവാൻ തക്കണം ഇതിനാൽ ദൈവം സഹായിച്ചു. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് മുമ്പുള്ള സമയം മെസ്സേജ് കേൾക്കുവാനുള്ള സമയമാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് ഉണ്ട്. ആ നിലയിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത സ്തോത്രവാഴ്ചയ്ക്കായിട്ടും മെസ്സേജിനായിട്ടും ഒരു സഹോദരൻ മുമ്പോട്ട് കടന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. പ്രിയ സഹോദരൻ ഗോപിച്ചെറിയാനെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. CDAKയുള്ള ഗോപിച്ചെറിയാനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് നേരെ മെസ്സേജിലേക്ക് കിടക്കാം. ദൈവം നമ്മളെ പ്രവർത്തിയിൽ അനുഗ്രഹിക്കുന്നു. Heavenly Father, we thank you for this wonderful evening once again that has given to us in our life to gather together in your presence. We thank you for this evening once again, Lord. We had this privilege to be in your presence and to listen to thy word. Lord, we thank you for this opportunity when so many people in this world do not have this opportunity. Thou hast called us, you redeemed us, and you made us thy children, and you have blessed us with all thy heavenly blessings. But this evening, as we spent in your presence, we pray for thy dear servant who is in our midst. We pray for the power and the leading of the Holy Spirit in his life, that he will be able to continue to speak to us from the topic that we were discussing past 2 days. Lord, we pray, be with him and you empower him and fill him with the Holy Spirit, our Lord. We also pray for the offering that is collected. We pray for all hand that is stretched out to offer from what we have earned for thy ministry, for thy work in this world. But we pray that, Lord, that fund will go into the right places where it is needed. We commit all of us once again under thy hands. If there's anyone on the way, bring them into our midst. We come in this time very especially under thy presence, Lord. We thank you for listening to our prayers. We bring in all these matters and we pray in the name of our Lord and our Savior, Jesus Christ. Amen. മുൻപോട്ട് കയറിയിരിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. മുൻപോട്ട് ഞാൻ പേരറിയില്ല, ചൂണ്ടി പറയുന്നതിന് മുമ്പ് കയറിയിരുന്ന സന്തോഷം. His most holy precious name be glorified. നമ്മുടെ ഇന്നത്തെ പ്രത്യേകമായ യോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. We give all glory to God and praise God for this opportunity for this meeting today. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ യാത്രയിൽ പങ്കെടുക്കുവാൻ KTMCC നിയോഗിച്ച ഈ യോഗത്തിനായിട്ടും അതിൻ്റെ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുവാൻ സന്തോഷമുണ്ട്. We welcome all of you that were able to join together for the send off of dear father that was here. പ്രദർശനത്തിൽ കുവൈറ്റിൽ നിർവഹിച്ചിരിക്കുന്ന 3 രാത്രിയിലെ ദൈവവചന പഠനത്തിന്റെ സമാപന രാത്രിയിലേക്ക് നാം വന്നിരിക്കുകയാണ്. We have come to the last night of the Bible study organized by Brother Nestle Kuwait. കഴിഞ്ഞ 2 രാത്രികളിലും ദൈവം നമ്മോട് ഇടപെട്ടു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. We praise God that the Lord has intervened with us the past 2 nights that He was with the word was being ministered. തന്നെയല്ല, എനിക്കും ഈ ശുശ്രൂഷയിൽ ദൈവസഭ നൽകിയ പങ്കാളിത്തത്തിനായിട്ട് ദൈവസഭയോട് നന്ദി പറയുന്നു. Dear brothers, grateful for the fellowship and for the support granted to dear brother in this ministry. വിവിധ സഭകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും Praise God for all the
dear brothers and sisters that have joined from the universities. നമ്മുടെ സമയമൊട്ടും നഷ്ടപ്പെടുത്താതെ നാം ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് നാം കടക്കാനായിട്ട് ദൈവത്തെ ശ്രമിക്കുന്നു. So let us depend upon the Lord's grace as we get into the matter. എന്താണ് എന്ന് നമുക്കറിയാം. ഫിലിപ്പ് ലേഖനം 1:27 വാക്യത്തിന്റെ അവസാന ഭാഗമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We were thinking or meditating upon Philippians chapter 1 verse 27, the last part of the നാം ഇങ്ങനെയാണ് ഓർത്തത്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടപ്പി എന്നുള്ളതാണ് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ വിഷയം എന്ന് പറയുന്നത്. And our thought was that we should walk in a manner worthy of the gospel. നമ്മൾ ഓർത്തുമ്പോൾ ആ വിഷയത്തിന്റെ തുടക്കത്തിലാണ് ഇന്ന് രാത്രിയിലും നമ്മൾ നിൽക്കുന്നത്. ആ വിഷയത്തിലേക്ക് വാസ്തവത്തിൽ നമുക്ക് കയറുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ വിഷയം. And the truth of the matter means that we are still at the beginning or at the initial part of that particular message. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്ന വിഷയത്തിന്റെ പ്രായോഗികത അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് 3 ഡിവിഷൻ നമ്മൾ പറയുകയുണ്ടായി. We touched upon the practical or the first part of that particular thing in 3 different divisions. അതിന്റെ ആ ഭാഗത്ത് നിന്നുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ 2 രാത്രിയിൽ നമ്മൾ ഓർക്കുകയുണ്ടായി. And we looked at certain aspects of that from past previous 2 nights. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ആ മാത്രം എന്ന് പറയുന്ന പദമാണ്. ഫിലിപ്പിയർ 1:27 വാക്യത്തിലെ മാത്രം എന്ന പദം. The first part of that dwelt upon the word exclusively, which was meant in the Malayalam translation, which is said in Philippians chapter 1 verse 27. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം, ആ മാത്രം മാറ്റിയാൽ എല്ലാം പോകും എന്നുള്ളതാണ് വിഷയം. And we were meditating that if you remove that word exclusively, then everything is gone. ഒരു കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം ദൈവം അനുവദിക്കുന്നതുമില്ല, ദൈവം ആഗ്രഹിക്കുന്നതുമില്ല. And the Lord does not permit, nor does He desire a compromised Christian life when you remove that word exclusively. രണ്ടാമത്തെ ആശയം നമ്മൾ ഓർത്തത് 1 തെസ്സലോനിക്കർ 2:11 വാക്യത്തിൽ നിന്നാണ്. And the second concept we dealt with was in 1 Thessalonians chapter 2 verse 11. അവിടെ നമ്മൾ ഓർത്തതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യത്തിന്, ദൈവത്തിന്റെ മഹത്വത്തിന് വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്നുള്ളതാണ് നാം ഓർത്ത വിഷയം. There we looked at the fact that you have to be walking worthy of the Lord, of His kingdom and of His glory. അതിന്റെ വിശദമായ വിഷയങ്ങളിലേക്ക് നാം കടന്നു പോയതുകൊണ്ട്, 2 രാത്രികൾ നാം പോയതുകൊണ്ട് ഇന്ന് അതിന്റെ സമയം നമുക്ക് അനുവദിക്കുന്നില്ല. So we are not going into a lot of detail of that. ഒടുവിൽ നമ്മൾ ഓർത്ത് നിർത്തിയത്, Where did we stop? ഇത് ഈ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുന്നത് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്. And then we looked at to whom all was this applicable. അത് 1-ാം വാക്യം ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിലാണ്. That is mentioned in Philippians chapter 1 verse 1. നാം വായിച്ചതുപോലെ ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും പിന്നെ ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. And just mentioned over there that is applicable for the saints, for the overseers and the deacons. നമ്മൾ ഓർത്തതുപോലെ നമ്മളാണെങ്കിൽ ശുശ്രൂഷകന്മാരിൽ നിന്ന് ആരംഭിച്ചത്. And if we were there, we would first start off with the elders and then go on to the others. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ പറയും സഭയിലെ ശുശ്രൂഷകന്മാരെ നോക്കി അവരാദ്യം ചെയ്യട്ടെ. And then there's a particular problem. We say first let the elders obey and then we will see what they are. പക്ഷെ നിങ്ങൾ ക്രിസ്തുയേശുവിലുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആശയമായി വരുന്നത്. What we have been reminded that if you are in Christ, there is no excuse to be there. നമ്മൾ ഓർത്തതുപോലെ ഇത് ആരംഭിക്കുന്നത് സഭയിലെ സകല വിശുദ്ധന്മാരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. And you see this verse starts with a call to all the saints in the church. അത് ആർക്കും ഒഴിവ് കഴിയില്ല എന്നുള്ളത് വളരെ വിശദമായി കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഓർക്കുകയുണ്ടായി. We saw this needed that there is no exception or exclusion for anybody in the church. അപ്പോസ്തലനായ പൗലോസിന്റെ ഭയവും ഇതിനോട് ബന്ധപ്പെട്ടത് ഓർത്തു. And we saw the fear that Apostle Paul had in that context. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്ന ദൈവകൽപ്പന നാം അനുസരിക്കേണ്ടി വരുമ്പോൾ അതിന് തടസ്സമായി വരുന്ന ഒരു ഭയം താൻ ഉദ്ധരിക്കുകയുണ്ടായി. And he was mentioning, Apostle Paul was mentioning the fear that may come upon him that when you are walking according to a അത് plan. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. That is mentioned in 2 Corinthians chapter 11 verse 3. അവിടെ നിന്ന് 3 വിഷയങ്ങൾ നമ്മൾ ഓർത്തു. And there we dealt about 3 topics. അവിടെ എന്താ ഓർത്തത്? ഒന്നാമതായിട്ട് ആത്മീയ വഷളത്തരം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. And what is the first topic? That we may stray away from that spiritual life. അതാണ് ഈ പറയുന്ന 2 കൊരിന്ത്യർ 11:3 വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. So Apostle Paul says that I fear that you may stray away from that love and from the devotion, that sincerity towards Christ. ഇന്നലെ രാത്രി ഓർത്തതുപോലെ ആത്മീയ വഷളത്തരം നാം ചിന്തിക്കുന്ന പാപങ്ങൾ മാത്രമല്ല. What we talked about yesterday was that straying away from spiritual life is not only the things that we count as നാം കാണപ്പെടുന്ന പാപങ്ങൾ വാസ്തവത്തിൽ ആത്മീയ വഷളത്തരത്തിന്റെ ഔട്ട്വേർഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, റിഫ്ലക്ഷൻ ആണ്.
The sins that we see on the outside are basically an expression, an outward expression of what is already in the heart. വിശദീകരിക്കാതെ പറയട്ടെ, Let me explain that a little ഈ bit. ആത്മീയ വശവത്തരം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. You have to realize that the straying away starts from the heart. അത് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഭക്തി വിട്ടുപോകുമോ എന്നുള്ളത് മനസ്സ് എന്നുള്ളത് കാണാൻ കഴിയും. And it starts with your mind. When your mind strays away from the faith of Christ. അത് തന്നെയുമല്ല, ഇങ്ങനെ നമ്മളെ ചതിക്കുന്ന ഒരു ശത്രു ഉണ്ട് എന്നുള്ളത് വിശദമായിട്ട് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. And we were thinking that there is an enemy that will deceive us in this man. അത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം And that will be looked at First Kings 11-ാം അധ്യായത്തിൽ നിന്ന് chapter 11. ശലോമോന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഓർത്ത് നിർത്തിയതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്നാണ് എന്റെ പക്ഷം. And we will meditate on what happened to King Solomon over there. ഇത് രാത്രിയിൽ നാം പുതിയ ചിന്തയിലേക്ക് പോവുകയാണ്. കഴിയുന്നത് സമയപരിധി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. Develop on a new topic. എന്താണ് സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടക്കുമ്പോൾ ഓർക്കേണ്ടുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്? What is the thing that you have to remember when you walk in a manner worthy of the Lord? അത് സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടക്കുവാനുള്ള അധ്വാനമുണ്ട് എന്ന വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. Our finger points us to the fact that you have to strive or work hard to walk in a manner worthy of the നാം Lord. ചിന്തിക്കുന്ന ഏത് വിഷയത്തിലും വചനത്തിന്റെ ആധികാരികതയും അടിസ്ഥാനവും ഉണ്ടാകണം. On any matter that you meditate upon, it must be anchored in the Word of നാം God. ഈ ഭാഗത്തിലും അത് തന്നെ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. And we are again going to turn to the Word of God. ഈ സുവിശേഷത്തിന് യോഗ്യമാകൊണ്ട് നടക്കുവാനുള്ള ശ്രമത്തെ കുറിച്ചും ഫിലിപ്പി ലേഖനം 1:27 വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. And it is mentioned very clearly by the Holy Spirit in Philippians chapter 1 verse 27. ആ 1:27 ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. We read like this in Philippians chapter ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അച്ഛൻ അതിന് ശേഷം വായിക്കും. Let us read that particular verse once more. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങി പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നത് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടപ്പീരെന്നാണ് നമ്മൾ വായിക്കുന്നത്. It reads over here, whatever happens, conduct yourselves in a manner worthy of the gospel of Christ. As I come and see you, or only hear about you in my absence, I will know that you stand firm in one spirit, contending as one man for the faith of God. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗത്തെ നമുക്ക് അടർത്തിയെടുക്കാം നമ്മുടെ ചിന്തയോടുകൂടി. Let us take apart a major portion over there. അവിടെ നമ്മൾ വായിക്കുന്നു, ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുന്നു എന്നുള്ളതാണ് ആ സ്ട്രൈവിംഗ് എന്ന് പറയുന്ന പദത്തോടുകൂടി ആരംഭിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. You see, that is mentioned over there, that in one spirit, contending as one man for the faith of God. With one mind striving together എന്ന് പറഞ്ഞുകൊണ്ട് for the faith of the gospel എന്ന് പറഞ്ഞുകൊണ്ട് ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി കഴിക്കുന്ന ഒരു പോരാട്ടത്തെ കുറിച്ച് പറയുകയാണ്. It talks about the conflict or a war that you are contending as one man for the faith of God. അവിടെ ആ പറയുന്ന ഇംഗ്ലീഷിൽ ഒരു വെർഷനിൽ സ്ട്രൈവ് എന്ന് പറയുന്ന പദമാണുള്ളത്. There is a word in certain portions that is being used called strive. ആ സ്ട്രൈവിന് 3 മലയാള അർത്ഥങ്ങൾ കാണുവാൻ കഴിയും. There are 3 different meanings in Malayalam for strive. ഒന്ന് അധ്വാനം എന്നുള്ളതാണ്. That you have to work hard for it. 2 ഉദ്യമം അല്ലെങ്കിൽ 3 പ്രയാസം അച്ഛൻ ചേർന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. It means that you have to work very hard, you have to put effort for it, and you have to gain it with a lot of hard work. അതായത് സുവിശേഷത്തിന് യോഗ്യമാകുമെന്ന് നടക്കാൻ ഓരോ വിശ്വാസിയും കഴിക്കേണ്ടുന്ന ഒരു പരിശ്രമമുണ്ട്, ഒരു പ്രയാസമുണ്ട്, ഒരു അധ്വാനമുണ്ട് എന്ന് പറയാൻ സാധിക്കും. That there is an effort, there is a difficulty, and there is striving that you have to do. ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവിനായി ജീവിക്കുക എന്ന് പറയുന്നതും കർത്താവിനായി പ്രവർത്തിക്കുക എന്ന് പറയുന്നതും When you decide to live for the Lord or you decide to work for the Lord, are two different things. ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു വിഷയം തന്നെയാണ്. It is indeed a difficulty in this world. കാര്യം എന്താ? Why is this so? ഒരു വിശ്വാസി കർത്താവിനായി നിൽക്കാൻ പ്രയാസപ്പെടുമ്പോൾ അവനോട് പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തികളുണ്ട് എന്നുള്ളതാണ് അതിന്റെ വിഷയം. You have to realize that when a believer decides to live for the Lord or work for the Lord, there are the powers of darkness that decides to fight against it. സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടക്കുമ്പോഴുള്ള പ്രയാസത്തെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. You want to talk about 2-3 difficulties when you live in a life that is worthy of the gospel. ഒന്ന്, അത് നമ്മുടെ കഴിവ് കൊണ്ട് നടക്കുകയാണ്. You have to realize that this cannot happen out of your effort. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഒരു വിശ്വാസിക്കും അവന്റെ കഴിവുകൊണ്ട് അവരുടെ കഴിവുകൊണ്ട് ലോകത്തിൽ വിജയപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വയത്തിൽ ആശ്രയിച്ച് സാധിക്കില്ല. You have to realize that there is no believer in the world who, depending on his own capability or his
ഇന്ന് രാത്രി നമ്മുടെ പരാജയം കിടക്കുന്നത് അവിടെ തന്നെയാണ്. And you have realized our failures often depend upon this. ഉദാഹരണമായിട്ട് 31-ാം തീയതി എനിക്ക് സാക്ഷി യോഗം ഉണ്ടെങ്കിൽ പറയുന്ന സാക്ഷ്യം ശ്രദ്ധിച്ചാൽ മതി. Best example is to listen to the testimonies that we hear at the end of the year. അതുകൊണ്ട് ഞാൻ അതിനെ കുറ്റം പറഞ്ഞതല്ല. You're not blaming that. കഴിഞ്ഞ വർഷം ചിലതൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. Last year I decided that I would want to do so many things, but I was not able to do it. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വർഷം ഞാൻ ഇത് തന്നെ ചെയ്യും. And if the Lord wants next year also, I will do the same. ഇത് തന്നെ ചെയ്യും, ഒന്നും ചെയ്യാൻ കഴിയില്ല. That I will repeat what I did last year. This is nothing. എന്നാൽ അതിന്റെ ഒരു തീരുമാനത്തിൽ ഞാനൊരു മാറ്റം വരുത്തിയപ്പോഴാണ് എന്റെ ജീവിതത്തിൽ മാറ്റം. And so when dear brother decided that he's going to make a change in that, then there was a change in his life. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തീരുമാനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു നോക്കൂ. Why don't you try making a change in your heart and try testifying like this? ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നോക്കിയേ. Try testifying that in the presence of the Lord I am taking a decision like this, and I am requesting for the Lord's grace that He may enable me to do this. ഇത് സുവിശേഷത്തിന് യോഗ്യമാകുമ്പോഴുള്ള ജീവിതത്തിനും ബാധകമാണ്. And this becomes manifested even when you want to live a life that is worthy of God. ഏത് ക്രിസ്തീയ പ്രവർത്തനത്തിനും ബാധകമാണ്. This is applicable for any aspect of Christian work. നമ്മുടെ കഴിവുകൊണ്ട്, എന്റെ അധ്വാനം കൊണ്ട്, എന്റേതായ ശ്രമങ്ങൾ കൊണ്ട് ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ച് ഇത് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ള വിഷയം. You put in your effort, you put in your own hard work, and you live by yourself and try to do anything. None of these things are happening. അതാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. That is why the Gospel of John chapter 15 verse 5 talks about this in detail. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. This is why the Lord says that particular portion that without me you cannot do anything. ഏതെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞില്ല. He did not say something should be ചില done. ആളുകൾ പറയാറുണ്ട്, എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, Some people say there is something that is told me. ബ്രദർ എല്ലാത്തിനും ഒന്നും പ്രാർത്ഥിക്കണമെന്നില്ല. You don't have to pray for it. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊന്നും കർത്താവിനെ വിഷമിപ്പിക്കണ്ട. Let us not trouble the Lord on the small things that we ഇത് get. രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമില്ല. You have to realize that there is നമ്മുടെ nothing you can do. നമ്മുടെ വിശ്വാസം നമ്മുടെ സ്വന്തമല്ല. You have to realize our faith is not ours. നമ്മുടെ ശ്വാസം അത് നമ്മുടെ സ്വന്തമല്ല. Our breath is not ours. നമ്മുടെ വിശ്വാസവും ശ്വാസവും പോലും നമ്മുടെ സ്വന്തമല്ലെങ്കിൽ If our faith or our breath is not our own, നമുക്ക് സ്വന്തമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്. what is it that you think we can do? പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് കർത്താവ് എടുത്തു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. This is why the Lord Himself has said that without me there is nothing we can do. ഇന്ന് രാത്രി സുവിശേഷത്തിന് അനുയോജ്യമാവണ്ണം നടക്കുവാൻ, ജീവിക്കുവാൻ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോ ഒരു വലിയ സമ്മതം ദൈവത്തോട് നിങ്ങളും ഞാനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. When you decide to live a life that is worthy, exclusively worthy of the gospel of Christ, then there is a great permission that you have to take. അത് മറ്റൊന്നുമല്ല, എന്റെ കർത്താവേ, എന്നെ കൊണ്ട് എനിക്ക് തനിയെ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല. That is a surrender towards Christ, saying that Lord Jesus, on my own I am not capable of doing anything at all. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, But we have to remember one അത് thing. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വിഷയമാണ്. It is something that strengthens us. ഈ പരിശ്രമത്തിന്, ഈ പ്രയാസത്തിന്, ഈ ശ്രമത്തിന് എനിക്ക് തനിയെ കഴിയില്ലെങ്കിലും For this effort, for this work that I have to do, if I am not capable of doing this on my own, എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. but I have a Holy Spirit that is there within me that will help ആ me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ തന്നെ ഞാൻ എന്റേതായിട്ടുള്ള സമ്മതം ദൈവത്തോട് അറിയിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ഞാൻ എന്നെ തന്നെ ക്രമപ്പെടുത്തുന്ന ഒരു പരിശ്രമം ആവശ്യമാണ്. When the Holy Spirit is within me, and when I give my permission or my willingness to do that to the Holy Spirit, then I have to surrender and discipline myself to that order. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിക്കൊണ്ട് ഞാൻ അതിനെ അധ്വാനിക്കണം, ഞാൻ അതിനെ ശ്രമിക്കണം, ഞാൻ അതിന് പ്രയാസപ്പെടണം എന്നുള്ളതാണ് ഇവിടെ വായിച്ച വാക്യത്തിൽ നിന്ന് കാണുവാൻ That കഴിയും. is what we read in this verse. That if I surrender myself to the Holy Spirit and I am willing to do that, then I have to do my hard work. I have to work for that according to this particular. ആ പ്രയോഗം ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് താഴേക്ക് വരാം. Let us look at that particular verse once more. ഫിലിപ്പിയർ 1:27 Philippians chapter 1 verse 27. ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുന്നു. That standing in one spirit, contending as one man for the faith. അത് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ദൈവാത്മ പ്രേരിതനായി പറഞ്ഞിട്ടുള്ള വിഷയം. And this is something that Apostle Paul has mentioned in this word. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ഒരു വാക്യത്തിലേക്ക് വരാമോ, ഒരു വേദഭാഗത്തിലേക്ക് വരാമോ? Let's come to a particular portion. നാം തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള പ്രയോഗവും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. There is a particular verse that can cause misinterpretation.
ഫസ്റ്റ് കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർ 9 അധ്യായം അതിന്റെ 27 വാക്യം. 1 കൊരിന്ത്യർ 9 അധ്യായം അതിന്റെ 27 വാക്യമാണ് നമ്മൾ എടുക്കേണ്ടത്. First Corinthians chapter 9 verse 27 is the verse that we have to come to. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ഞാൻ ചെയ്യുന്നത്. And it reads over here that no, I beat my body and make it my slave, so that after I have preached to others, I myself will not be disqualified for the gospel. അപ്പോസ്തലനായ പൗലോസ് എന്ന വലിയ ദൈവത്തിന്റെ ദാസൻ തന്റെ ജീവിതത്തെ നോക്കി പറയുകയാണ്. And you see Apostle Paul looking at his own life and saying what he has. ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ നോക്കി ഞാൻ ഇത് സമ്മതിക്കുന്നു. And when we look at our own lives, or when we are once look at our own lives, this is what we have to do. പൗലോസ് അപ്പോസ്തലന് ബാധകമാണെങ്കിൽ നമുക്കിത് ബാധകമാണ്. If this is applicable for Apostle Paul, then it's definitely എല്ലാ applicable. വിശ്വാസികളും ഓർക്കേണ്ടുന്ന, ശുശ്രൂഷകന്മാർ ഓർക്കേണ്ടുന്ന ഒരു മുന്നറിയിപ്പോടുകൂടെയാണ് ഈ ശ്രമത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. This is something that is meant for every believer, even for all of us, and we have to be looking at this. അവിടെ നമ്മൾ വായിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. It says that after having preached to others, I beat myself that I may not be disqualified. അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കുന്നവർക്കും എന്ത് വരാം? വീഴ്ച വരാം. Then you have to realize that even those who preach, we may also fall. പാടുന്നവർക്കും വീഴ്ച വരാം. Those who sing may stumble. ഒരു സ്ഥലം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൊന്നാണ് വചനത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത്, വചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. The most important functions in the local church is that of preaching the word and ministering to the word. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും വചന ശുശ്രൂഷ കൊടുക്കുന്നത്. That is why it is not a ministry that is given to everyone. വചന ശുശ്രൂഷ എല്ലാവർക്കും കൊടുക്കേണ്ടതല്ല. It's not something that is given to everyone. അതിന് യോഗ്യരായവരെ ദൈവം കാണിച്ചു തരും. The Lord points out to the people who are qualified for it. അവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. And what should we do to encourage them? നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിലേക്ക് വന്നാൽ Lord, Luke chapter 1 verse 27. അവിടെ വചനത്തിന്റെ ശുശ്രൂഷകന്മാർ, മിനിസ്റ്റേഴ്സ് ഓഫ് ദ വേർഡ്, വചനത്തിന്റെ ശുശ്രൂഷകന്മാരെ കാണാൻ കഴിയും. And you see the ministers of the word over there. ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളവർ ആ ശുശ്രൂഷ ചെയ്യണം. And people to whom the Lord has entrusted that ministry must do that ministry. ദൈവം ആ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുമ്പോൾ, And when the Lord sets you apart for that, ദൈവ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ, when you minister to the church, നിങ്ങൾ ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് behind the curtain അനേക മണിക്കൂറുകൾ യേശുവിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ആവശ്യമുണ്ട്. and then behind the curtains you have to stand, and then there is much grace that you need from the Lord. ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെ ഉള്ളവർ പോലും കൊള്ളരുതാത്തവരായി പോയേക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതിന് എത്ര ശ്രമം ആവശ്യമുണ്ട്, പ്രയാസം ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. And what we have to realize is there are people who strive, work so hard, and despite that fall, then look at us and realize how much grace and how much hard work we need. ഇന്ന് രാത്രി ദൈവത്തിലെ ചെയ്ത ശുശ്രൂഷയുമാണ്. It doesn't matter what is the ministry that the Lord has entrusted. ഒരുപക്ഷെ പ്രസംഗമായിരിക്കാം, Maybe it must be ministry to the word, ഒരുപക്ഷെ മറ്റു ചില ശുശ്രൂഷകളായിരിക്കാം, maybe it's some other ministry. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷയുമാണ്, Any ministry that you do for the church, അത് നിങ്ങൾ ഒരു ജോലി പോലെ ചെയ്താൽ തെറ്റാണ്. if you do it as a normal job, it is wrong. അത് നിങ്ങളുടെ കഴിവിൽ ആശ്രയിച്ച് ചെയ്താൽ അത് തെറ്റാണ്. If you do it depending upon your capabilities, you are wrong. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ചെയ്താൽ അത് മഹാതെറ്റാണ്. If you do it because somebody else is supposed to do it, it is wrong. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, Let me remind all of you അതിന് കർത്താവിന്റെ സന്നിധിയിൽ കീഴ്പ്പെടുകയും that you have to submit and surrender yourself to the presence of God പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും and surrender to the Holy Spirit. അതേ സമയം തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളും അതിന് എന്നെ തന്നെ ശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. And by depending on the Holy Spirit and surrendering to the Holy Spirit, you have to submit yourself to this. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? Otherwise, what will happen? പ്രസംഗിക്കുന്നവർ പോലും കൊള്ളരുതാത്തവരായി പോകും. That even those who speak may become disqualified. നമ്മൾ സാധാരണ എങ്ങനെ പറയാറുണ്ട്? കൃപ നഷ്ടപ്പെട്ടു. To many, we say that he has lost grace. എവിടെയാ കൃപ നഷ്ടപ്പെട്ടത്? Where is grace in God? ദൈവസന്നിധിയിലുള്ള തീരുമാനത്തിന് മാറ്റമുണ്ടായി. That there has been a difference in the way in which there has been a difference in the Lord's ഈ presence. പ്രസംഗകരെ പഠിപ്പിക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ബൈബിൾ സ്കൂളുകളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. When we teach teachers, we say this is Bible school. ആദ്യത്തെ പ്രസംഗം ചെയ്യുന്ന മുട്ടുവായും When you do your first message, your knee shakes, പിന്നീട് ആ പ്രസംഗം അവിടെ തുടരും. and then the word continues. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരും ഇങ്ങനെ പറയും, After some time, people say, ഓ നിങ്ങൾക്ക് എന്നാ നോക്കാൻ, "What is it that you have to be involved?" നിങ്ങൾ നിൽക്കുമ്പോൾ വിടുക, If you stand over there, you get the words. കേൾക്കല്ലേ? Please don't believe like that. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ശുശ്രൂഷയ്ക്കും പരിചയം കൊണ്ട് ചെയ്യരുത്. Please don't be casual about any ministry that you do. The
Lord's presence. നിങ്ങൾക്ക് ലോകത്തിൽ ഏത് ജോലിയും പരിചയം കൊണ്ട് ചെയ്യാം. You can do any job with experience. എന്നാൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ, But ministries for Christ, സുവിശേഷത്തിന് അനുസരണമായ ജീവിതം, a life that is worthy of the gospel, ദൈവം ഏൽപ്പിച്ച ഏത് ആത്മീയ ശുശ്രൂഷയും any ministry that is entrusted to you, ഇന്ന് രാത്രിയിൽ പരിചയം കൊണ്ട് ചെയ്യുന്നെങ്കിൽ don't do it out of passionless or out of അത് experience. അനുഗ്രഹത്തിനല്ല, അത് കുറ്റത്തിനും ശാപത്തിനും കാരണമായി തീരും. It will be a reason for mistakes or for curses, not for blessings. നമ്മുടെ കർത്താവ് തന്നെ എത്ര രാത്രികൾ പിതാവിനോട് പ്രാർത്ഥിച്ചു. You see how many times or how many nights our Savior has prayed to the ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി വെളിപ്പെട്ടപ്പോൾ and the Son of Man, when he became revealed as the Son of God. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ദാസനായി ഇറങ്ങി വന്നപ്പോൾ He became a servant that fulfilled the will of the Master. പകലത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി രാക്കാലങ്ങൾ മലയിലേക്ക് കയറിപ്പോയി തനിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. And you see a Christ who is an example of us who would spend nights in prayer so that he can minister in the morning. ഇന്ന് രാത്രി ഒന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയപ്പെടുന്നു. Tonight you have to surrender yourself from your പക്ഷേ trust. എന്നാ സംഭവിക്കും? Or what will happen? ചെയ്തു കഴിഞ്ഞ് നിത്യതയിലെത്തുമ്പോ ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. Because after you do all your work and you go approach eternity, it may be that your Lord will tell you this. മോനെ നീ ഒത്തിരി ഓടി, You ran a lot, മോനെ നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, you tried to do a lot of പക്ഷേ things, യാതൊരു പ്രയോജനവും നിനക്കുണ്ടായില്ല. but it wasn't fruitful for you. അതുകൊണ്ട് പ്രതിഫലം പ്രാപിക്കുകയില്ല. So there is no reward for you. ആ ക്രമപ്രകാരം ശരിയായ ട്രാക്കിൽ ഓടുന്നെങ്കിൽ മാത്രമേ ബിരുദം പ്രാപിക്കുകയുള്ളൂ. You have to realize that unless you walk according to the order and the right track, only you will get one. ചട്ടപ്രകാരം പോരാടാതിരുന്നാൽ ബിരുദം പ്രാപിക്കുകയില്ല എന്ന് അപ്പോസ്തലൻ ദൈവാത്മ പ്രേരിതനായി പറയുന്നുണ്ട്. Especially the apostle, that unless you walk according to your order, according to right, you will not get there. ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കുക. Please examine yourself. ഞാൻ ഓടുന്നത്, ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ കർത്താവ് പറയുന്നത് പോലെയാണോ? അങ്ങനെയല്ലെങ്കിൽ നാം തിരിഞ്ഞു വരേണ്ടുന്ന സമയം. You have to ask yourself, the race that I'm running, the effort that I'm putting, the work that I'm doing, is it according to what the Lord has told me? If not, I have to come back on that track. ആ അധ്വാനത്തോടും പോരാട്ടത്തോടും ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഈ വാക്യത്തിലുണ്ട്. There is a particular verse that context of this verse. അത് ഫസ്റ്റ് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യത്തിലാണ്. 1 Corinthians chapter 9 verse 27 നാം says, വായിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ഞാൻ എന്താക്കുന്നു? ഒന്ന് പറഞ്ഞാൽ എന്താക്കുന്നു? അടിമയാക്കുന്നു. So I beat my body and make it my slave so that I may not be destroyed. എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of the phrase that I beat myself and make my body a slave? എന്റെ ശരീരത്തെ ഞാൻ ദ്രോഹിക്കണമെന്നാണോ? Is he saying that you have to hurt your body? അങ്ങനെ ചിന്തിക്കേണ്ട സാധ്യത എവിടെയുണ്ട്? There are many people who may interpret it like that. നമുക്കറിയാം, ലോകത്തിലെ മറ്റു മതങ്ങളൊക്കെ പരിശോധിച്ചാൽ അവർ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ച് വേദനിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. If you look at many religions of the world, you will see that there are many who will do self-piercing and self-beating to make sure that they can please God in that way. അങ്ങനെ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാനാണോ വചനം പറയുന്നത്? Is that what the word is telling us over here? അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ടോ? Do we have the permission to hurt യാതൊരു ourselves? കാരണവശാലുമില്ല. Absolutely not. അതല്ല വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കാണുവാൻ കഴിയുന്നത്. That is not what you see when you go to the ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ It means to beat yourself and to make your body a ഞാൻ slave. അതിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിലേക്ക് വരുന്ന പറയട്ടെ. Let me just touch upon one more aspect. എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ശാരീരികമായി ഉപദ്രവിക്കുവാൻ, നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല? Why is it that the Lord does not permit you to hurt yourself or to destroy your body? വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യാനാണ് അതല്ല. You know that the believer can't come to എത്ര suicide. പ്രശ്നം വന്നാലും അവനെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. Because there is a Holy Spirit in him that will support him in any difficulty. എത്ര ദുഃഖങ്ങളിലും കൂടെ നിൽക്കാൻ സഹവിശ്വാസികളെ ദൈവം തന്നിട്ടുണ്ട്. There are many co-believers that are there with you to support you in any soul. അവരുടെ പ്രശ്നങ്ങൾ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. There is a word of God that comforts you in all times. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തില് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കാത്തതിന്റെ കാര്യം എന്താണ്? What is the reason why in our lives the word of God does not allow us to hurt our body? നമുക്കറിയാം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. We know that our body is the temple of God. യേശുക്രിസ്തുവിനെ ഏകരക്ഷിതാവും യേശുക്രിസ്തുവിനെ ഏകകർത്താവും യേശുക്രിസ്തുവിനെ ഏകദൈവമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുമ്പോൾ ഒരുവൻ ദൈവപൈതലായി തീരുന്നു. When a person decides to accept your
Lord as your one and only true Savior in Christ, then your body becomes dead. അങ്ങനെ വിശ്വസിക്കുന്ന നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് വരുന്നു. At that point of time, the Holy Spirit comes with you. റോമാലേഖനം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. When you turn to Romans chapter 8 verse 23, you see that very clearly. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടല്ല വരുന്നത്. You see that the Holy Spirit does not come after many years or many months. മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന നിമിഷം ആ നിമിഷം തന്നെ ആത്മാവ് ഹൃദയത്തിലേക്ക് വരുന്നു. And we see that the Holy Spirit comes into our minds, our hearts at that same moment. നാം ഇങ്ങനെ പാടാറുണ്ട്, മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട അനക്ഷണത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. We see that the moment when we are born again, at that particular moment is that the Holy Spirit comes to us. ഭാഷകാരൻ അങ്ങനെ പറയാൻ പറ്റും, നമ്മളൊക്കെ മനുഷ്യരാണ്. We are all human beings. റോമാലേഖനം 8:23 എന്താ വായിക്കുന്നത്? What is Romans chapter 8 verse 23? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And you see that we get the first fruits of the Spirit. ഞാൻ പരിശുദ്ധാത്മ ശാസ്ത്രം പഠിപ്പിച്ചതല്ല, It's not that you're teaching doctrines of the Holy Spirit. പരിശുദ്ധാത്മ ശാസ്ത്രം പഠിപ്പിച്ചതല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, But let me explain this in detail. രക്ഷിക്കപ്പെടുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് വരുന്നു. The moment you are born again, the Holy Spirit comes in you. ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. And that Holy Spirit continues to be with us to the end of time. 1 Corinthians 3:16 In 1 Corinthians chapter 17 വാക്യങ്ങൾ, 1 Corinthians chapter 3 അതേപോലെ 1 Corinthians 6:19 വാക്യത്തിലേക്ക് വരുമ്പോൾ 1 Corinthians chapter 6 verse 19. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് പറയുകയാണ്. It says that our body is a temple of Christ. അതല്ലേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും 3:16 1 Corinthians, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ ഈ വൈദ്യരാത്രി തീരുവ നിങ്ങൾ അറിയുന്നില്ലയോ? മനസ്സിലായോ? അങ്ങനല്ലേ? നിങ്ങൾ അറിയുന്നില്ലയോ എന്നാ ചോദിക്കുന്നത്. The question that's being asked is, do you not know that your body is the temple of the Holy Spirit? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരത്തെ നശിപ്പിച്ചാൽ അത് കുറ്റകരമാണ്. And when you decide to destroy the temple of the Holy Spirit, then what does it punish? അതാണ് 1 Corinthians 3:17. That is 1 Corinthians chapter 3 verse 17. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. If anyone destroys God's temple, God will destroy him. ഇന്ന് രാത്രി അപ്പൊ ശരീരത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തെ ഞാൻ ഉപദ്രവിക്കുക എന്ന ആശയമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. So you have to realize that when it says you punish the body, the body does not that you will destroy the body or hurt the body. പിന്നെ എന്താണ് അവിടെ പറയുന്ന വിഷയം? What is it that the body is being mentioned? അതിനെ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. Let me explain it in this manner. ക്രിസ്തുവിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് When you decide to do something according to the intentions of Christ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായിട്ട് to fulfill the desire of God, ആത്മാക്കളെ നേടുക എന്ന ദൈവിക വിഷയത്തിനായിട്ട് you choose to bring souls towards God. അതിന് വിപരീതമായി ഉയരുന്ന ഏത് പ്രേരണകളെ, ഇമ്പൾസസിനെ നാം അടിച്ചമർത്തുക എന്നുള്ള വിഷയമാണ് അവിടുത്തെ കാര്യമായത്. And when you have any impulses or desires that are contrary to any of these factors, then you have to suppress them. ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതാണ്. Our body is taken from sand. ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതുകൊണ്ട് ഈ മണ്ണിനോട് ഈ ശരീരത്തിന് ആഗ്രഹമുണ്ട്. And because the body is taken from sand and from mud, there's a desire for the body to return back. അതുകൊണ്ടാണ് പാപം ചെയ്യരുതെന്ന് പറഞ്ഞാലും പാപം ചെയ്യാൻ നമ്മൾ അറിയാതെ തയ്യാറാണ്. Which is why even it says that do not sin, our tongues are still willing to sin. ഇന്ന് പകല് പ്രിയപ്പെട്ട ജോയിച്ചാന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ആ പാലത്തിന്റെ മണ്ടയ്ക്ക് പോയി ഒത്തിരി ആത്മീയമായ വിഷയങ്ങൾ ഇന്ന് സംസാരിച്ചു. Today when we are brothers traveling, Joy and Pastor, we bring തെർമൽ പ്ലാന്റ് കാണിച്ചു. he pointed out the thermal plant. പല ഗൾഫിലെ പലതരം പെട്രോളിയത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. We talk about many things related to oil. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇതിന്റെ അടിയിലൊക്കെ ഈ പെട്രോൾ ഒക്കെ എന്തിനാ വെച്ചേക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഒരു ചിന്തയാണ്. And we are thinking, why do we think all this petrol is buried under the land? തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യത്തിനാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. We are doing this for our needs. ഇന്ത്യൻ സർക്കാരിന്റെ ഒരു പേപ്പർ ഞാൻ ഇങ്ങനെ വായിക്കുണ്ടായി. Dear brother had looked at a paper that ഇന്ത്യയിലും മണ്ണിനടിയിൽ ഇഷ്ടംപോലെ പെട്രോൾ ഉണ്ട്. there's quite a lot of petrol or oil under the land. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പെട്രോളിയം ഉണ്ട്. There's a lot of petrol under many parts of the world. എന്നാൽ അത് ഖനനം ചെയ്തെടുക്കാനായിട്ടുള്ള ചിലവാണ് വിഷയം. ഇവിടെ കുഴിച്ച വളരെ കിട്ടും, അവിടെ കുഴിച്ച വെള്ളം വേണ്ടതുള്ളൂ. അതാണ് വ്യത്യാസം. To extract it is painful and expensive. That is the whole difference. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? Why is it that there's oil? എന്തിനാണ് ഈ ലോകം മുഴുവൻ ആറ്റം ബോംബുകൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you thought why the entire world is building atom bombs? പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ When you come to 2 Peter, നമ്മുടെ കർത്താവ്
ദൈവസഭ എടുക്കപ്പെടും. After the Lord's coming, the church will be lifted up. പിന്നീട് ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കും. Then there is a cleansing of the earth. അന്ന് ഈ ആകാശവും ഭൂമിയും കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. And then the skies will fall away and the earth will be changed. ഇതെല്ലാം കത്തിയഴിയും. All of this will be burnt and ദൈവം അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. the Lord has already prepared everything for that. ഞാൻ ജോജാനോട് പറഞ്ഞു, ജോജാ എന്നോട് ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ. Let me explain one thing to you. എത്രയായാലും നമ്മൾ വസിച്ച ഭൂമി വിട്ട് നമ്മൾ പോകാൻ നേരത്ത് നാം തിരിഞ്ഞ് നോക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. At some point in time, when you decide to depart from this earth, will we turn back and look? ഈ ഭൂമിയോട് നമുക്കൊരു പ്രശ്നമാണ്. There's a bond for us to this. നാം ജനിച്ച ഈ മണ്ണിനോട്, നമ്മുടെ മണ്ണിൽ നിന്ന ശരീരത്തോട് There is an affinity that we have towards this earth. പാപത്തിൽ ജനിച്ച ഈ ശരീരത്തോട് ആഗ്രഹങ്ങൾ നമുക്ക് വന്നു വരാം. There is a desire that we may have because we were born in sin in this earth. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. That is why the word of God says that you have to submit and suppress those impulses. എങ്കിൽ മാത്രമേ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ കഴിയത്തുള്ളൂ. Only if you do that is that possible for you to live a life that is worthy of the gospel. എന്നാൽ നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കലല്ല, മറിച്ച് ദൈവഹിതത്തിനെതിരായ ചിന്തകളോട് കൃപയിൽ ആശ്രയിച്ച് നോ എന്ന് പറയലാണ് എന്നത്ര പേര് മനസ്സിലാക്കുന്നത്. So that is what we have to understand. Is that it is not about hurting the body, but to suppress or do anything that is making you contrary to living a life worthy of the gospel. മലയാളത്തിൽ ദണ്ഡിപ്പിക്കുന്നതാണെങ്കിലും എൻഗേജ് വേർഷനിൽ ദണ്ഡിപ്പിക്കുന്നതല്ല, ഇംഗ്ലീഷിലോ. The English version doesn't say this as punishing. അവിടെ നമ്മൾ വായിക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക്, I discipline my body, എന്റെ ശരീരത്തെ അച്ചടക്കമുള്ളതാക്കി മാറ്റുക എന്ന വിഷയമാണ്. Then NG version says that I have to discipline my body and control my body. ഇതിനകത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ പരാജയം കിടക്കുന്ന അവിടെയാണ്. And our failure lies. നമ്മുടെ ശരീരത്തെ അച്ചടക്കമുള്ളതാക്കി നമ്മൾ മാറ്റണം. We have to bring our bodies under control. നമ്മുടെ ശരീരത്തെ അച്ചടക്കമുള്ളതാക്കി മാറ്റാൻ പറ്റാറുണ്ടോ? Is it possible for us to subdue our body like that? ഞാൻ 19ാമത്തെ വയസ്സിലെ മധുരത്തോട് നോക്കാം. At age 19, your brother said no to sugar. അതിന്റെ അർത്ഥം പലപ്പോഴും ഞാൻ പായസം നീക്കുകയല്ല. It is not that he doesn't have അത് ചിലപ്പോൾ 8-9 മാസങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. He will try that once in a while. പക്ഷേ എന്തെല്ലാം കൊണ്ട് വെച്ചാലും ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. For my survival, no പറയുന്ന വിഷയത്തിന് no പറഞ്ഞേ മതിയുള്ളൂ. That for his survival, that whatever that is not permitted to eat, he will not eat. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചത്തു. Otherwise, he will pass away. അതിന്റെ വിഷയം അവിടെയല്ല. That is not the point. ഞാൻ വേഗത്തിൽ മരിക്കുന്നതല്ല ഒരു വിഷയം. It is not the fact that he will pass away. എന്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് അവിടുത്തെ വിഷയം. The point is, why is this body or this health deteriorating? എന്നെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് തീർക്കുവാൻ ഞാൻ എന്റെ ശരീരത്തോട് നിയമം കർത്താവിനോട് ചെയ്യണം. If he has to fulfill what the Lord has intended for him, ഇല്ലെങ്കിൽ ഞാൻ ഓടേണ്ടതുപോലെ ഓടാൻ കഴിയാതെ ഞാൻ പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നേക്കാം. then he may not be able to complete his race and have to stop in half. ദൈവം അനുവദിക്കുന്നത് നമുക്ക് വരട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. There is no problem in allowing what the Lord is എന്നാൽ permitting. ഞാനും നിങ്ങളും എന്റെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തോട് ദണ്ഡിപ്പിച്ച് ഡിസിപ്ലിൻ ചെയ്യാതെ അച്ചടക്കമില്ലാതെ കൃപയിൽ ആശ്രയിക്കാതെ നാം നിന്നാൽ അതൊരു പാപമായിട്ട് ദൈവം കാണുകയാണ്. If we don't discipline and control our bodies and do as we please, then that is a sin before the Lord. അതുകൊണ്ടാണ് മരുന്ന് കഴിക്കേണ്ടപ്പോൾ മരുന്ന് കഴിക്കണമെന്ന് തന്നെ പറയും. That is why when you have to have the medicine, you must have your ചില medicine. വിധന്മാർക്ക് മരുന്ന് കഴിക്കില്ല. There are many people who don't eat അവർ medicine. സ്വയം ചികിത്സ. They do self-healing. എന്നിട്ട് അതിന് ഒത്തിരി ഉപശാന്തികളുണ്ട്. And they will give lots of logic and എന്റെ പൊന്നു explanations. സഹോദര, വൈദ്യനെ കൊണ്ട് രോഗിക്ക് ആവശ്യമുണ്ട്. You have to realize that the sick persons need help. അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തില് ശരീരത്തോട് അച്ചടക്കം പുലർത്തുമ്പോഴേ ക്രിസ്തീയ ജീവിതം ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. That is why in your spiritual life, you have to maintain discipline towards your body so that you will be able to live spiritually. നമുക്ക് ഒരു വാക്യത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. Let's come to the book of Exodus chapter 2. അവിടെ കർത്താവിന്റെ ക്രമീകരണത്തോട് ബന്ധപ്പെട്ട് ദൈവം പറയുന്നത് പോലെ ചെയ്യണമെന്നതിന്റെ നിർബന്ധം നമുക്ക് കാണുവാൻ കഴിയുകയും If you come to the book of Exodus chapter 25, you see something that has been mentioned over അതിൽ there. 8-ാം വാക്യത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നു. In chapter 25, verse 8, it says about building the temple. നാം വായിക്കുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി. It says over there that
then make a sanctuary for me, that I may dwell among them. പക്ഷേ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതിയോ? Can you make it? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? Can you make it as you please? അതിന്റെ ഒരു ആണി പോലും ഇസ്രായേൽ ജനമേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിയാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുകയില്ല. അതിന് എന്റെ ഒരു ക്രമമുണ്ട്. There is an order in which the tabernacle has been, even a nail has been built in the royal manner. Others the Lord will not dwell in it. അതാണ് പ്രഭാഷകൻ 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. That is what is mentioned in chapter 25 verse 9. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കുക. Make this tabernacle and all its furnishings exactly like the pattern. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമല്ലേ? Isn't our body also like that? പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ഇത് പറയുമ്പോൾ If in the Old Testament you are talking about this like a tabernacle, ദൈവം തന്റെ ജനത്തിൽ വസിക്കുന്ന വിശുദ്ധ മന്ദിരത്തിൽ ഇത് ബാധകമാകുമ്പോൾ when that's applicable for the tabernacle, പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരങ്ങൾ then the New Testament, if our bodies are the temple of God, അത് ദൈവം പറഞ്ഞ അച്ചടക്കത്തിലേക്ക് വന്നേ സാധിക്കുന്നുള്ളൂ. we have to bring it to the order and the discipline that the Lord demands. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ചിന്തയിൽ അച്ചടക്കമുണ്ടോ? Let me ask you, is your thoughts also controlled? തെറ്റായ ഒരു ചിന്ത, അരുതാത്തൊരു ചിന്ത ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ If there is a wrong or forbidden thought that comes to your heart, കൃപയിൽ ആശ്രയിച്ച ചിന്തയോട് നോ പറയാൻ പറ്റുമോ? can you depend on grace and say, no, I will not entertain this thought? കഥാപ്രകൃതത്തിൽ ഒരു സ്ത്രീയെ മോഹത്തോട് നോക്കിയാൽ അവൻ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. The Lord says that if you look at the screen lady with adultery in your mind, it's like having committed adultery. സൗകര്യമാർക്ക് വലിയ സന്തോഷം. ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. Ladies would say that they have not told about this about us. നിങ്ങൾ ഒട്ടും മോശക്കാരാണെന്ന് കിട്ടുന്ന ലെറ്റർ ഞാൻ മനസ്സിലായി. We are sure that we understand what's happening. ഇവിടുത്തേക്കാൾ കൂടുതൽ എഴുത്തുകൾ പല കാര്യങ്ങൾക്കും കൗൺസിലിംഗ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. There are many letters that your brother gets for counseling from this side. മനുഷ്യനാണോ പാവം? If there is man, there is sin. എന്നാൽ ചിന്തയിലെ പാപം പിശാച് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ചിന്തയോട് ദൈവകൃപയിൽ ആശ്രയിച്ച് നോ എന്ന് പറയുന്നതാണ് ആത്മീയ അച്ചടക്കം എന്ന് പറയുന്നത്. If your thought is a sin that comes into you, then it is important that you have to depend upon grace and refuse or refute that thought. ഞാൻ പറയട്ടെ, പ്രവൃത്തികൾക്കും മാത്രമല്ല, It is applicable for your thoughts. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ദൈവം അത് വളരെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം തന്നെയാണ്. This is something that the Lord desires for you in all aspects of your life. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ വ്യക്തമായ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ ആവശ്യം. That is why in this life you have tonight you have to make a very important decision. കർത്താവേ, എന്റെ ജീവിതത്തില് ആത്മീയ അച്ചടക്കം, എന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ടത് എന്റേതായ ഒരു പരിശ്രമം ദൈവകൃപയുടെ ആശ്രയം ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? That is why we have to ask yourselves tonight, oh Lord, as I live my life, what kind of spiritual discipline can I live? How can I control my body? That ദൈവകരങ്ങളിൽ ഒരുവൻ കൊടുത്താൽ if you give your hands to the Lord, ദൈവം നമ്മളെ ഉപയോഗിക്കും. the Lord will use us. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിക്കുന്നതിന് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. That is why you have to submit yourself to the presence of the Lord so that He may use you the right man. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അതിലേക്ക് ചൂണ്ടുപലകെ. You have to understand that many things that are happening in your life point in that direction. ഒരുപക്ഷെ രോഗം എല്ലാ രോഗവും അങ്ങനെയല്ല. Or the one in one way, maybe the diseases that you have, or ഒരുപക്ഷെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, maybe the financial difficulties, ഒരുപക്ഷെ ജോലിയിലെ സ്ട്രഗിൾസ്, the struggles in your job, നിന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ ചോദ്യങ്ങൾ, the questions in your ministry. അതെന്തുമായി തീരട്ടെ, അതിനെല്ലാം ദൈവത്തിന് ഉദ്ദേശമുണ്ട്. There is a reason and a logic that the Lord നീ has to that. ആത്മീയ അച്ചടക്കത്തിലേക്ക് വരണം. You will have to bring yourself to a spiritual discipline. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒത്തിരി വഴക്കുണ്ട്, അല്ലെ നമ്മുടെ പിള്ളേരെ നമ്മൾ ഒത്തിരി വഴക്കും. We scold our children are the ones that we love. അത് നശിപ്പിക്കാനായിട്ടല്ല. It's not that we should protect them. ഇന്ന് രാത്രി ക്രിസ്തുവിൽ ശരണപ്പെട്ട എന്റെ ദൈവമേ, അങ്ങ് വെച്ചിരിക്കുന്ന ഓട്ടം തീർക്കുവാൻ ഞാൻ പരിശ്രമിക്കാൻ തയ്യാറാണെന്ന് എത്ര പേർക്ക് കൃപയിൽ ആശ്രയിച്ചെന്ന് പറയാനായിട്ട് സാധിക്കും? How many of you can stand up and say that, Lord, I am prepared to run the race that you put before me in whatever manners that you give it to me? ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അഞ്ചാമത്തെ വിഷയത്തിലേക്ക്. Let me come to the fifth topic. സമയത്തിന് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. എനിക്ക് കാണാം വലിയൊരു ബ്ലോക്ക് എന്റെ മുൻപിലുണ്ട്. There's a big clock that the gets so he stop on that. അത് ഓടുന്നത് തന്നെയാണ് എന്നാണ് എന്റെ ചിന്ത. ഓടുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം. Yes. നമുക്ക് അഞ്ചാമത്തെ വിഷയം കാണുവാൻ കഴിയുന്നത് So the fifth topic. ഈ സുവിശേഷത്തിന് യോഗ്യമാകുവണ്ണം മാത്രം നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. And when you say that you have to walk a life that is worthy of the gospel, then that means you have to adjust your personal life accordingly. അത് ഒരു വ്യക്തിക്ക് ഒരാൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ മാറ്റാം.
that is a case that you have to adjust it individually to that particular person. അത് ആരാണെന്ന് നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. And you know to whom you have to adjust that is Jesus Christ. ഫിലിപ്പ് ലേഖനം 1:27 മലയാളത്തിൽ അവസാന ഭാഗത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ In Philippians chapter 1 verse 37 we read like this. സുവിശേഷത്തിന് യോഗ്യമാകുമെണ്ണം മാത്രം നടപ്പി. ആർക്കനുയോജ്യമായി? സുവിശേഷത്തിന് അനുയോജ്യം. It says over there to walk in a manner worthy of the gospel. ആരാണ് സുവിശേഷം? എന്താണ് സുവിശേഷം? What is the gospel? 2 Timotheus 2:8. 2 Timothy chapter 2 verse ആ വാക്യം അറിയത്തില്ലെങ്കിൽ കാണാതെ പഠിക്കണം, എങ്കിലേ സുവിശേഷമാണ്. If you don't know that verse, you have to study that by heart. That's the only way you can minister the talk about the gospel. അത് ഞാൻ ഒരാളോട് ചോദിച്ചു, വീട്ടിൽ പോയി അപ്പനോട് യോജിച്ചു പറയാം. Somebody said that he go home ask his father to. ചോദിച്ചു രക്ഷിക്കപ്പെട്ടോ? He asked him whether he wanted it. അപ്പോൾ പറഞ്ഞു വീട്ടിൽ പോയി അപ്പനോട് യോജിച്ചു നാളെ പറയാം. He said, I have to go to my father and ask him. വിജയമായ സ്ഥിതിയാ. Can you imagine that? നമ്മളെ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ നമ്മുടെ വലിയ ആദ്യം ലോകത്തിലേക്കായിരുന്നു. Our parents and our forefathers did not know so much about the പക്ഷെ gospel, അവർക്ക് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങൾ കാണാതറിയാം. but they knew many portions of the Bible by heart. ഇന്ന് അറിയാതെ ഒരു വാക്യം ചോദിച്ചാൽ എല്ലാവരും കുഞ്ഞി. If you ask for verse today, everybody will bend their നമുക്ക് heads. വാക്യം ഉണ്ടാകുന്നത് ഞാൻ ദൈവം അവരോട്. We are all, you know that it's the verse that says, keep quiet and know I am the Lord. ചെറുതാണി പറയുമ്പോൾ എന്നാ വേണമെങ്കിലും പറയാമെങ്കിൽ യാതൊരു പരാതിയില്ല. Some people will say, you can say whatever you want, but we are not going. ഇത് രാത്രി പറയട്ടെ, ദൈവവചനത്തെ ഹൃദയസ്ഥമാക്കുക. Please keep the word of God in your heart. 119 Psalms 119 verse 7. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. I shall keep your word in my heart so that I may not sin against you. ഇന്ന് രാത്രി പറയാം, സുവിശേഷത്തിന് അനുയോജ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കനുസൃതമായി ക്രിസ്തുവിനനുസൃതമായി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക, ക്രമീകരിക്കുക എന്നതാണ്. It is that you have to arrange your life in a manner that is worthy of Christ. You have to live in a life that is worthy of the gospel. 2 Timotheus 2:8 What is 2 Timothy chapter 2 verse 8? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. Remember Jesus Christ raised from the dead, descended from David. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ക്രൂശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിനനുസൃതമായി ജീവിക്കുന്നതാണ് സുവിശേഷത്തിന് യോഗ്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. That's why we say that if we live a life that is according to the manner Jesus Christ was born, who died and was born, raised from the dead, that's the life of അപ്പോൾ gospel. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് What is a gospel message? അത് രോഗശാന്തിയാണ്. It is not healing. ദൈവം നിനക്ക് ചോദിക്കുന്നത് തരുമെന്നുള്ളതാണ്. It is not that. It's not the prosperity gospel. നീ പറയുന്ന കളറി തരുമെന്നുള്ളതാണ്. It is not that we get the color that we want. സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ Gospel message. യേശുക്രിസ്തു നിന്റെ പാപത്തിനായി മരിച്ചു, That Jesus Christ died for your sins. അവിടുന്ന് ദൈവമായതുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, He rose on the third day. അവിടുന്ന് വീണ്ടും മടങ്ങി വരുന്നവനാണ്. He is the Lord who will come back again. അവിടത്തേക്ക് മാത്രമേ പാപമോചനം തരാൻ കഴിയുകയുള്ളൂ. He is the only one who can grant അവിടുന്ന് forgiveness of മാത്രം sins. ഏക ദൈവവും ഏക കർത്താവും ഏക രക്ഷിതാവുമാണ്. He is the only God, He is the only Father, He is the only Savior. ഇത് പ്രസംഗിക്കുന്ന സുവിശേഷ പ്രസംഗം. This is the gospel. ഇന്ന് രാത്രി ആ സുവിശേഷത്തിന് അനുസൃതമായിട്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം തന്നെയാണ്. This is definitely something that the Lord requires, that we have to order our lives to live in a manner worthy of the ഇതിനോട് gospel. ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ പഴയ നിയമത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകും. Let's take it to the Old Testament. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം First Kings. അതിന്റെ 4, 5 അതിന്റെ 10-ാം അധ്യായമാണ് മേടിക്കേണ്ടത്. Let's go to First Kings chapter 10. ഞാൻ ഒത്തിരി വിശദീകരിക്കില്ല. Let's not go too much detail. 10-ാം വാക്യം 10-ാം അധ്യായം ആരംഭിക്കുമ്പോൾ രാജാക്കന്മാർ എന്ന് വായിക്കുന്നത് ശേബാരാജ്ഞി യഹോവയുടെ നാമം സംബന്ധിച്ച് ശലോമോന്റെ കീർത്തി കേട്ടിട്ട് അവനെ പരീക്ഷിക്കേണ്ടതിന് യെരൂശലേമിലേക്ക് വരികയാണ്. You see about the Queen of Sheba that comes into Jerusalem to examine Solomon after hearing the glory of God. എന്നാൽ 4, 5 വാക്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. But we have to look at verses 4 and 5. ഞാൻ പറഞ്ഞിട്ട് ഇന്ന് രാത്രി അവസാനിച്ചു. We conclude saying on these verses. എന്റെ ഹൃദയത്തിൽ ആ ചിന്ത അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കെല്ലാം അറിയില്ല, എനിക്കതിനുള്ള കഴിവില്ല. പക്ഷെ ദൈവാത്മാവ് ചെയ്യുന്നത്. But let the Holy Spirit express that in the right way. 4, 5 വാക്യങ്ങളിലേക്ക് നോക്കിയാൽ ഇങ്ങനെയാണ്. ഞാനത് മലയാളത്തിൽ വായിക്കാം, അച്ഛൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കണം. ശെബാരാജ്ഞി ശലോമോന്റെ സകല ജ്ഞാനവും അവൻ പണിത അരവരയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും
അവന്റെ ഉടുപ്പ്, അവന്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി. He said over here that the queen of Sheba saw all the wisdom of Solomon and the palace area, the food on his table, the seating of his officials, the attending servants in their robes, his cupbearers, and the burnt offerings he made at the temple of the Lord. She was overwhelmed. അഞ്ചാം വാക്യത്തിലെ കുറച്ച് കാര്യം മാത്രമേ ഞാൻ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. സമയത്തിൽ ഞാൻ നിർത്തിക്കൊള്ളാം. Brother also highlighted a few points in verse 5. അവിടെ വായിക്കുന്നത് ഇപ്പോൾ അമ്പരന്നതിന്റെ പല കാര്യങ്ങളിൽ അവന് ഭൃത്യന്മാരോട് ബന്ധപ്പെട്ട സെർവൻസിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. There are some things that made her overwhelmed when she was looking at his servants. അത് നാം വായിക്കുന്നു. എന്താണ് ഭൃത്യന്മാരുടെ ഇരുപ്പ്? ഒന്ന്, Not he was looking at the seating of the servants. ഇവരൊക്കെ ശരിക്കൊന്നും പണ്ടിരുന്നവരൊന്നും. It is not that they were very wise people. അവരെല്ലാം പല സാഹചര്യങ്ങളിൽ നിന്ന് പല കുറവുകളുള്ള ഈ പശ്ചാത്തലത്തിൽ വന്നവരാണ്. There were many people who came from very shortcomings, from various experiences. അങ്ങനെയല്ലേ സഹിച്ചാൽ ഞാൻ പറയുന്നത് ശരിയല്ലേ? Isn't that? അവരെല്ലാം പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. There are people that came from different circles. അവർ ഇങ്ങനെയൊന്നും മോഡലിൽ ഇരുന്നിട്ടുള്ളവരല്ല. There are people who are used to sitting there. പക്ഷേ ഇപ്പോൾ അവർ ഇരുത്തപ്പെടുന്നവരായി തീർന്നു. See the man who is there seated now. ദൈവസഭയിലെ ഇരുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. The seating that you have in the Lord's presence. സങ്കീർത്തനങ്ങൾ മുതലായി ഇരുപ്പിനെ പറ്റി പറയുന്നുണ്ട്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, ഇരിക്കരുത്, ഇരിക്കരുത്. The same that you have to be very careful of the way place where you sit. Psalm chapter 1 and 6. ദൈവസഭയിൽ ഒരു ഇരിപ്പുണ്ട്. You see that there is a seating in the ദൈവഭക്തന്മാർക്ക് ഒരു ഇരിപ്പുണ്ട്. There is a place for the Lord's servants. നമ്മുടെ സഭകളിൽ എഴുതപ്പെട്ടത് ഇതൊന്നുമില്ല. It is not. It is mentioned in the Lord. മാനുഷികമായ സംവിധാനമല്ല, ആത്മീയമായ ഒരു ഇരിപ്പ് ദൈവസഭയുടെ ശുശ്രൂഷകന്മാർക്ക്, ദൈവസഭയിലെ വിശ്വാസികൾക്ക് ദൈവം വെച്ചിട്ടുണ്ട്. There is a seating manner. There is an order for seating in the Lord's presence that is mentioned in the Bible very clearly. തന്നെ താഴേക്ക് ഒരു പച്ച എനിക്കൊരു ഊച്ചയുണ്ട് നിർത്താമോ? ഭൃത്യന്മാരുടെ ഇരിപ്പ്, അവന്റെ ശുശ്രൂഷകന്മാരുടെ നില, അതാണ് രണ്ടാമത്തെ വിഷയമാണ്. And it is said over there the way the cupbearers were and the attending servants and the seating of his officials. അവിടെ ഒരു നിലയുണ്ട്, ഒരു ഓർഡർ അവിടെ ഉണ്ട്. There is an order that is mentioned. അതായത് എല്ലാവർക്കും നാം വായിക്കുന്നു നക്ഷത്രങ്ങൾ തമ്മിൽ ജ്യോതിഷ വ്യത്യാസമുണ്ടെന്നും You see that there is always a difference between the stars and the ഓരോരുത്തൻ താന്താന്റെ നിലയിലാണെന്നും that each person is in his order. ദൈവത്തിന്റെ സഭയിൽ ഒരു നിലയുണ്ട്, ഒരു പ്രത്യേകമായ വിഷയമാണ്. There is an order in the church of God that is mentioned. ഈ രാജാസനം പഠിച്ചു നോക്കിയാൽ, രാജധാനിയെ പറ്റി പഠിച്ചു നോക്കിയാൽ, If you study about the royal order and the royal diplomacy, വരുന്നവരെല്ലാം കയറി രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല. അത് രാജാവിന് മാത്രം ഇരിക്കാൻ പറ്റും. not anybody who can come in can enter into the king's throne. പണ്ട് കേരളത്തിൽ ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ കസാരകൾ There is one point when the person sat and the chief minister said, അപ്പൊ സംഭവിച്ചതൊക്കെ എന്താണെന്ന് നോക്കി. can anybody tell about what happened there? ഉമ്മൻചാണ്ടി സാറിന്റെ കസാരയിൽ അദ്ദേഹത്തിന് മാത്രമേ ഇരിക്കാൻ പറ്റൂ. അത് നിയുക്ത മുഖ്യമന്ത്രിക്കുള്ളതാണ്. The chair therefore which was meant only for the chief minister. ആ സ്റ്റേറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനുള്ളതാണ്. It was meant for the chief executive. രാജധാനിയിൽ രാജാവിരിക്കേണ്ട സ്ഥലമുണ്ട്. There is a place for the throne. മന്ത്രിമാരിരിക്കേണ്ട സ്ഥലമുണ്ട്. There is a place for the ministers. ഉപദേശകന്മാരിരിക്കേണ്ട സ്ഥലമുണ്ട്. For the advisors. അങ്ങനെ വിവിധമായ നിലയുണ്ട്. സ്റ്റാൻഡിങ്സ് അതിന് വിവിധമായ നിലയുണ്ട്. There are different places for different people to sit. ദൈവസഭയിൽ അതുണ്ട്. And even in the Lord's presence there is an order. ദൈവത്തെ ശുശ്രൂഷിക്കാൻ ക്രിസ്തുവിന് അനുയോജ്യമായ ജീവിതത്തെ മാറ്റുമ്പോൾ നാം നിൽക്കേണ്ടുന്ന നില ഏതാണ് എന്ന് ദൈവം നമ്മളോട് പറയും. അത് ആത്മീയ വിഷയത്തിന്റെ പുരോഗതിയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. And you have to understand that when you decide to serve the Lord according to a manner that is worthy of the gospel, there is an order and a place that is there in the Lord's presence that is given to you, and that is decided by the Lord Himself. അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. And they had dresses that they were wearing. നമുക്ക് എന്നാ ഉണ്ട്? മോനെ ജോബേ, നമുക്ക് എന്നാ ഉണ്ട്? What is it that we have? എന്താണ്? Robes. നമുക്കെല്ലാം റോബ്സ് ഉണ്ട്, നമുക്കെല്ലാം ഉടുപ്പുണ്ട്. നമുക്ക് എന്നാ ഉണ്ട്? ഉച്ചയ്ക്ക് വലിയ സ്നേഹം ഞാൻ വെള്ളം വെച്ചിട്ടാണ്. ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഉടുപ്പുണ്ട്, നമുക്ക് ഉടുപ്പുണ്ട്. You also have clothes that you will wear. നമ്മുടെ ഉടുപ്പ് ഏതാ? What is the clothes? ഓ, നീതി എന്ന വസ്ത്രം. It is the clothes of righteousness, of salvation. നമ്മളെ ഉടുപ്പ് പിടിച്ചിട്ടുണ്ട്. We are wearing the clothes. പണ്ട് മലയാളത്തിൽ പാട്ടുണ്ട്, ഇപ്പോഴും ആ പാട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അത് പാടാം. There is a song of old that is there that does not sung now. വെള്ളയുടുപ്പിന്മേൽ ചളവിടല്ലേ, വെള്ളയുടുപ്പ് അഴുക്കാകരുത്. You should make sure that your white dresses are not becoming dirty. എല്ലാ പ്രാവശ്യം വെള്ളയുടുപ്പിടുന്നു
സഹോദരങ്ങളും സഹോദരിമാരും തരുന്ന അഡ്വൈസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടാറുണ്ട് എന്നാണ് എന്റെ വിഷയം. There's an advice that you get from all your sisters when you wear white dresses. What is it? Those will dress. കഴിഞ്ഞ ഇവരൊന്നും ആക്കി ദയകൊണ്ട് നമുക്കെല്ലാം ഈ വെള്ളയുടുപ്പിൽ അഴുക്ക് പറ്റരുത്. That is what they say. You have to be careful when you wear a white shirt. ദൈവമക്കൾക്ക് ഉടുപ്പുണ്ട് പ്രിയമുള്ളവരെ. Because there is also a ആ clothes. ഉടുപ്പ് സുവിശേഷത്തിന് യോഗ്യമാവുന്നത് നടക്കേണ്ടത് തന്നൊരുടുപ്പാണ്. This clothes are given to us to walk worthy of the gospel. ആ ഉടുപ്പ് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ഉടുപ്പാണ്. Something that you have to keep holy. തന്നെയുമല്ല അവന്റെ പാനപാത്രവാഹകന്മാർ. And something that comes according to the story. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ ഭൃത്യന്മാരാ, ദൈവത്തിന്റെ ദാസന്മാരാ, ദൈവത്തിന്റെ മക്കളാണ്. We are co-bearers, we are servants, we are the children of God. ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, സുവിശേഷത്തിന് അനുയോജ്യമായ ജീവിതത്തില് ശലോമോന്റെ ഭൃത്യന്മാരുടെ ആ ജീവിതം കാണിക്കുമ്പോൾ When you are living a life worthy of the gospel of God, when you are living a life according to that life, അവരെ കണ്ടാൽ മതി രാജാവ് ആരാണെന്ന്. when you look at the servants of the king, you will see the nature and the splendor of the king himself. ഈ ലോകം നമ്മുടെ രാജാതി രാജാവ്, നമ്മുടെ കർത്താതി കർത്താവിനെ, ധന്യനായ നമ്മുടെ രക്ഷിതാവിനെ കാണുന്നത് അത് വേദപുസ്തകം വായിച്ചിട്ടല്ല. അതിന് മുൻപ് അവർ കാണുന്നത് നമ്മുടെ ജീവിതങ്ങളുടെ നിലകണ്ടിട്ടാണ്. You have to realize that the world does not see the Lord of Lords or the King of Kings based on what is mentioned in the Bible, but based on our lives. ഇന്ന് രാത്രി ഇത് നടക്കരുത്. Please don't forget this. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് അനുയോജ്യമായി ക്രമീകരിക്കുക. We have to live our lives according to the gospel of Christ. പക്ഷേ ഈ പറയാവുന്ന കാര്യം എവിടെയും കേട്ടാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ പറയരുത്. Please don't say that the brothers are repeating only this. സാധു സുന്ദർ സിംഗിനെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാം. How many of you have heard of Sadhu Sundar Singh? സാധു സുന്ദർ സിംഗിനെ പറ്റി കേട്ടിട്ടുള്ളവരുടെ കാര്യം. Those of you who have heard of Sadhu Sundar Singh. ഈ സാധു സുന്ദർ സിംഗ് ഒരു ദൈവ മനുഷ്യൻ. He is a servant of God. ക്യാമറയുടെ പുറകിൽ നിന്ന് എന്നെ കാണാം. എനിക്ക് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഓർമ്മ, ഈ സാധു സുന്ദർ സിംഗ് അദ്ദേഹം ഒരു സജ്ഞാന പ്രസംഗകനായിരുന്നു. He was a traveling preacher, a night-night preacher. അനുഗ്രഹീതനായിരുന്നു. He was a very blessed man. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം. We've got many things about him. വേദപുസ്തകം പറയുന്ന പോലെ ദൈവം അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അദ്ദേഹം താമസിക്കും. There is a point in place in which the Lord is listening. ആരെങ്കിലും കൊടുക്കുന്നത് അദ്ദേഹം കഴിക്കും. He will eat what is given to him. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു ഹൈന്ദവ ഭവനത്തിൽ അദ്ദേഹം താമസിക്കും. He had the chance to stay in a Hindu ആ house. വീട്ടിൽ കൊച്ചു മോൾ. And there was a small child there. അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ അവർക്ക് വളരെ വളരെ ചിന്തനീയമായ വിഷയം. And his life was something that they were teaching. ഒരിക്കലും മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സാധു സുന്ദർ സിംഗിനെ കാണാൻ. And once that his daughter came home, she did not see Sadhu Sundar Singh. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് അടുത്ത സ്ഥലത്തേക്ക്. He had walked to a different place. ആ കൊച്ചുമോള് അമ്മയോട് ചോദിച്ചൊരു കാര്യം ചരിത്രത്തിൽ ഞാനിങ്ങനെ He said what the child asked the mother. അമ്മ, നമ്മുടെ വീട്ടിൽ വന്ന യേശു വെച്ച് പോയി. And she's asking, has that Christ that has come to our house? ഞാൻ പലയിടത്ത് താമസിക്കാറുണ്ട്. Your brother is also staying in many places. ഞാൻ പോകുമ്പോൾ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. He does not know what you are all saying when he പക്ഷേ preaches. സാധു സുന്ദർ സിംഗ് പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. But when Sadhu Sundar Singh, നമ്മുടെ വീട്ടിൽ താമസിച്ച യേശു വെച്ച് പോയവൻ the man who came here in the form of Christ, ഇന്ന് രാത്രി പറയട്ടെ, എന്താ വിഷയം? what is the topic that ആ തിരിച്ചറിവില്ലാത്ത കുഞ്ഞിന് യേശുവിനെ കാണുന്നത് പോലെ അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ്. innocent child saw Sadhu Sundar Singh as Christ himself because of the nature of his life. അതാണ് ക്രിസ്തുവിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നത്. That is why you say you have to order your life in the manner of Christ or in Christ-centered life. മാരാമൺ കൺവെൻഷനിൽ ഒരു പാട്ട് എന്നെ പലപ്പോഴും ചിന്തിച്ചു. There is a song sung at Maramon Convention, the Charity Brother. ദിനം ദിനം തോറുമുള്ള ദിനം ദിനം തോറുമുള്ള എന്റെ പല ചിന്തകൾ, എന്റെ ചില വാക്കുകൾ നിനക്കരുതാത്തതാകയാൽ നാഥ എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളണം. അങ്ങനെ പോകുക. അപ്പൊ ദിവസം തോറുമുള്ള എന്റെ ചിന്തകൾ, എന്റെ പ്രവൃത്തികൾ അത് കർത്താവേ എനിക്ക് നിനക്കരുതാത്തതാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് രാത്രി എന്നെ സഹായിക്കണേ. We were saying that if on a daily basis our thoughts, our acts, if it is not something that is according to your nature, please correct me, O Lord. സുവിശേഷത്തിന് യോജിതമാവണം ജീവിക്കേണ്ടതാണ് എന്റെ കർത്താവിന് അനുരൂപമായി. That means if you are living a life worthy of the gospel, you have to live a life that is centered or aligned with Christ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. ദൈവത്തിന് കഴിവുള്ളവർക്ക് Because what we stand in the presence of God. ദൈവത്തിനായി ദൈവദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന രാത്രി, ഈ സമാപന രാത്രി നമ്മുടെ കണ്ണുകളെ നമുക്ക് നടക്കാം.
ഇന്ന് രാത്രി കർത്താവിനോട് പറയാമോ? കർത്താവിനെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ 3 രാത്രിയിൽ അവിടുത്തെ വചനത്തിലൂടെ എന്നെ കാണിച്ചു തന്നു. Lord, through the words, you have showed us how we should live our lives. പക്ഷേ കർത്താവിന്റെ ജീവിതത്തിൽ കുറവുണ്ടെന്ന് എനിക്ക് സമ്മതിക്കുന്നു. There are shortcomings in our lives and we confess to that, Lord. എന്റെ ജീവിതത്തിൽ മാത്രമെന്ന് വാക്ക് പോകാതെ കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കാൻ ഇന്ന് രാത്രി എനിക്ക് തീരുമാനമെടുക്കാൻ കൃപ തരണം. Lord, allow me to live a life that says that I will not compromise my life, nor will I make changes in my life. എന്റെ കർത്താവേ, ആ പ്രയാസമധ്വാനമുള്ള ജീവിതത്തിൽ അങ്ങയിൽ ആശ്രയിപ്പാൻ എനിക്ക് കൃപ തരണമേ. In a life that has hard work and efforts, please allow me to run with the grace. കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് ഒഴിവില്ല എന്ന ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ ഞാൻ കേട്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Praise God that there is no excuse for me from any of these. എന്റെ പിതാവേ, അങ്ങേക്ക് അനുസൃതമായി അവിടുത്തെ അനുരൂപമായി വളരുവാൻ എന്നെ താഴ്ത്തിയേ. Please allow me, Lord, that I may grow in the grace according to your values. ഇല്ലെങ്കിൽ കർത്താവിനെ തുടരാത്തവനായി പോകുമല്ലോ. Oh Lord, I will become useless if I don't എന്റെ confess. ജീവിതം ഒരു പാഴായി തീരല്ലേ. Oh Lord, permit that my life does not become waste. ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ എന്നെ കൃപ തരണം. Grant me the grace to live a life that is worthy of you. ഇന്ന് രാത്രി നിങ്ങളുടെയും എന്റെയും ജീവിതത്തില് സുവിശേഷത്തിന് അനുസൃതമായിട്ടുള്ള ഒരു തീരുമാനം എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവം ഇടപെട്ടു എന്ന് പറയാനായിട്ട് പറ്റും? How many of you can lift up your hands and say that I will live my life in a manner worthy of the gospel? നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ ഉയർത്തിക്കുന്നില്ല. അങ്ങനെ ഉയർത്താൻ താല്പര്യമുണ്ടെങ്കിൽ സന്തോഷമാണ്. ഈ 3 രാത്രിയിൽ ദൈവം എന്നോട് ഇടപെട്ടു എന്ന് കഴിയുന്നവർ നിങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തിയാൽ ദൈവത്തിന് മഹത്വം. Raise your hands when you want to acknowledge that you want to live a life worthy of the gospel. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം എന്നോട് ഇടപെട്ടു എന്ന് പറയാനായിട്ട് കഴിയും. Please praise God and say that the Lord has intervened and come into my life. കർത്താവ് കൃപ തരട്ടെ എല്ലാവർക്കും. All of you say, Lord, then may the Lord grant you. ദൈവാത്മശക്തി വീട്ടിൽ നമ്മളെ ഒന്ന് പരിശോധിക്കുവാൻ താഴ്ത്തുവാനും ദൈവം നമ്മളോട് ഇന്ന് രാത്രിയിലും പറയും. May the Holy Spirit give all the lives that we can look upon it and introspect deeply and examine our lives. May the Lord bless us. ഈ 3 ദിവസത്തെ ക്ലാസ് ക്രമീകരിച്ച പ്രധാന സ്കൂളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രാത്രിയിലെ KGMCC എല്ലാ പ്രിയപ്പെട്ടവരോടും വിവിധ സഭകളിൽ നിന്ന് എല്ലാവരോടും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. Dear brother, extends his warmest thanks and thanks and support to the assembly and to all the dear ones and especially to KGMCC for organizing this. പരസ്പരം പ്രാർത്ഥനയിലുണ്ട്. Let us uphold each other. ദൈവനാമം മഹത്വപ്പെടട്ടെ. ശുഭരാത്രി. All grace to God. May He be with you. കേൾക്കുവാൻ നമുക്ക് റെഡിയായി നമുക്ക് സ്തുതിക്കുകയാണ്. അതുപോലെ ചേർന്ന് നമുക്ക് ഇന്ത്യയിൽ വരുവാനുള്ള സാഹചര്യം ഒരുക്കി സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം. പഠനത്തോട് അനുബന്ധിച്ച് നമ്മൾ അതുപോലെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ആത്മം നടത്തി ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അനുഗ്രഹിക്കപ്പെട്ട വചനം അറിയാവുന്ന ദാസനെ ആ നിലയിൽ ദൈവം ഒരുക്കിയതോ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ തോമസ് കെ ജോർജ് സാക്ഷാൻ മുമ്പോട്ട് കടന്നു വന്ന ഓർഡർ താങ്ക്സ് രേഖപ്പെടുത്തും. അതിനുശേഷം ജോസഫ് എം പി മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിനായ സ്തോത്രം. മറ്റ് സഭകളിൽ നിന്നും പലരും ഇവിടെ കടന്നു വരികയുണ്ടായി. ഞങ്ങൾ സഭയായിട്ടുള്ള നന്ദി ഈ തരത്തിൽ അറിയിക്കുന്നു. നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാണെന്ന് മാത്രം കടന്നു. കഴിഞ്ഞ 3 ദിവസത്തെ നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കേട്ട ദൈവത്തെ ഓർത്ത് അതുകൊണ്ട് അദ്ദേഹത്തോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിൽ ആദ്യം പരിപാലിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്ത വലിയ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവർക്ക് ദൈവത്തിന് മാത്രം ഉള്ളതായിരിക്കട്ടെ. നിങ്ങളോട് വളരെ സമയബന്ധിതമായ നിലയിൽ ദൈവത്തിന് സംസാരിച്ച കർത്താവിന്റെ ദാസൻ ജെയിംസ് തോമസിനോടുള്ള നന്ദിയും സ്നേഹവും തുടർന്ന് അസംബ്ലിയുടെ നാമത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കേട്ട ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. തന്റെ ശുശ്രൂഷകൾ പോയിട്ട് ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്ന് ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിശേഷം ഓർപ്പിച്ചതുപോലെ May 2nd മ്യൂസിക്
KTMCC Hall May 2nd 7:30 നടക്കുന്ന യോഗത്തിലേക്ക് നിങ്ങളെ കടന്നു വന്ന് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ട്രാൻസ്ലേഷൻ പ്രത്യേകമായി സഹായിച്ചു. നിലയിൽ കർത്താവ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. പുതിയ സഹോദരനുള്ള സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് രാത്രി വിശേഷ സഹകരണത്തിലും കൂട്ടായ്മയിലും ഇനിയും നമ്മുടെ യോഗത്തെ ക്രമീകരിക്കാൻ നമുക്കിടയായി തീർന്നു. അവരുടെ സാന്നിധ്യത്തിനും സഹകരണത്തിനുമായി ഞങ്ങൾ നന്ദി സ്വാഗതം ചെയ്യുന്നു. KTMCC പ്രസിഡന്റ് വിനോദ് കുര്യൻ, അതുപോലെ തന്നെ സെക്രട്ടറി ഷിജോ തോമസ്, ട്രഷറർ ജസ്റ്റ് ജോർജ് ചെറിയാൻ, NECK സെക്രട്ടറി ബ്രദർ റോയ് കെ യോഹന്നാൻ, അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അതിൽ നമ്മുടെ ബന്ധത്തിലുണ്ടായിരുന്നു. കടന്നു വന്ന എല്ലാവരെയും ഞങ്ങളുടെ നന്ദി സ്നേഹം അറിയിക്കുന്ന ദിവസങ്ങളിൽ KTMCCയുടെ പ്രത്യേകമായ സഹോദരം കൂട്ടായ്മയെ ഇടയായിത്തീരുന്നു. അവരെ പ്രത്യേകമായി ഞങ്ങളുടെ നന്ദി സ്നേഹവും അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാത്രി നമ്മളോട് വിട പറഞ്ഞ് യാത്രയാകുന്ന ഫാദർ AT സക്രിയച്ചനെ BAKയുടെ നാമത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. പ്രിയ ദേവദാസനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. രാത്രി യോഗം ലീഡ് ചെയ്യുന്നപ്പോൾ ബിജുവിനെ കർത്താവ് ഉപയോഗിച്ചു. പ്രിയ ദേവദാസനെ ഓർത്ത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 3 ദിവസവും നല്ല ഗാനങ്ങൾ കേട്ട് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധി പാടി സന്തോഷിപ്പാനും നമ്മുടെ കർത്താവിനെ ഓർമ്മപ്പെടുത്തുവാനും വേണ്ടിയായിരുന്നു. പാട്ടിനെ ലീഡ് ചെയ്ത BAK കൊയറിനോടുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് അധികമായി പ്രിയപ്പെട്ടവരെ വരുന്ന നാളുകളിൽ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിപ്പാകുന്ന കർത്താവ് ഏർപ്പെട്ട് എന്നെ പ്രാർത്ഥിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വിവിധ സംഭവങ്ങളിൽ നിന്നും വിവിധ കോടികളിൽ നിന്നൊക്കെയും പ്രിയപ്പെട്ടവർ കടന്നു വന്നവരുടെ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാണ് നടക്കുവാൻ തക്കണം. നമ്മുടെ നടപ്പിനെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കാൻ തക്കണം. കേട്ട വചനം നമ്മളെ സഹായിക്കട്ടെ. കേട്ട വചനങ്ങൾ മറക്കുവാതെ നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി ഇടയായിത്തീരാൻ തക്കണം. ദൈവസന്നിധി നമ്മുടെ താഴ്ത്തെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കൂടിയ അവസാനിപ്പിക്കും. ഞങ്ങളുടെ സഹോദരൻ പ്രിയ ജെയിംസും തോമസിനെ ഞങ്ങളുടെ മധ്യയിലേക്ക് അവിടുന്ന് തക്ക സമയത്ത് പറഞ്ഞയച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം പ്രിയദാസൻ ഞങ്ങളുടെ മധ്യയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷിക്കാൻ തരണം. പ്രിയപ്പെട്ടതിനെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ച ഓർത്ത ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസക്കാലം ഞങ്ങൾക്ക് അവിടുത്തെ വലിയ വചനം ഘനമേതെങ്കിലും വളരെ ലളിതമായ നിലയിൽ സംസാരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കാണിക്കാൻ തരണം. പ്രിയദാസൻ ഞങ്ങളെ ശുശ്രൂഷിച്ചോർത്ത് ശാരീരികമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാമെന്ന് അവിടുന്ന് കാത്തു പരിപാലിച്ചല്ലോ. കർത്താവെ അനേകം കടന്നു വന്ന് തൻ്റെ ശുശ്രൂഷ അനുഭവിക്കുവാൻ ഇടയാക്കുന്ന ഓർത്ത് നന്ദിയുടെ സ്തോത്രം ചെയ്യും. അതേ ഞങ്ങൾ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് 27-ാം വാക്യത്തിൽ നിന്ന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതിനായ യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണം മാത്രം നടന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്തപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും കുറവുകൾ വന്നുപോയിട്ടുണ്ട്. എന്നാലും ഞങ്ങളോട് കണക്കിടാതെ അവിടെ ഞങ്ങളെ സ്നേഹിക്കുകയും പിന്നെയോളം ഞങ്ങൾ
ആശീർവാദത്തോടെ ഞങ്ങൾ മടങ്ങി പോകാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി കാണുവരെ എവിടെയായിരുന്നു അവിടെയൊക്കെ നിന്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങൾ ആവോളം പ്രയത്നിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥനയും യാതനയും കേട്ടുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കൃഷ്ണന്റെ സന്നിധാനത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും ഞങ്ങളോട് പ്രാർത്ഥന എല്ലാ വിഷയങ്ങളും പ്രത്യേക അവിടുത്തെ വലിയ ദാസൻ പ്രിയ ജെയിംസും തോമസിനോടും കൂടെ ഇന്നും അല്ല നേരിട്ടും ഉണ്ടായിരിക്കും.